ഈ സിനിമയോടെ എത്തിച്ച ഗോപാലൻ ചേട്ടന് ഒത്തിരി നന്ദി. നിങ്ങളാണ് ഇവിടെ സിനിമകൾ എത്തിക്കുന്നത്. സാർ 37 വർഷങ്ങളായി, 37 വർഷം മണിരത്നം സാറുമായിട്ട് വീണ്ടും ഒന്നിക്കുമ്പോൾ മലയാളികളായ ഞങ്ങൾ താങ്കളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ഈ കുടുംബത്തിലേക്ക്. ഞങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു സാർ ഈ സിനിമയിൽ നിന്നും? പ്രതീക്ഷിക്കാത്തതെല്ലാം. പ്രതീക്ഷിക്കാത്തതെല്ലാം. അതെ. എങ്കിലും ഈവൻ വി വെർ സർപ്രൈസ്. ആ സീൻ വായിക്കുമ്പോൾ വിൽ ബി സർപ്രൈസ്. ഞാൻ എഴുതി കൊടുത്ത സീനല്ല മണി ഷൂട്ട് ചെയ്തത്. മണി സാർ ഷൂട്ട് ചെയ്തത് ഈ ട്വിസ്റ്റഡ് ഇട്ടതാണ്, ഈ എംബ്രോയിഡറി ആണ്. എൻ്റെ റൈറ്റിംഗ് തന്നെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. That's collaboration. And that's what he has done. And of course, Rahman is there. And array of talent, various people. Ravi K. Chandran. He is stuck here, and I'm happy he's stuck here because he belongs in international setting. നമ്മൾ പലരെയും മറക്കുമായിരിക്കും, പക്ഷെ ഉലകനായകനെ 100 വർഷം കഴിഞ്ഞാലും നമുക്ക് മറക്കാൻ സാധിക്കത്തില്ല. ആൻഡ് മൈ ക്വസ്റ്റ്യൻ ഈസ്, ഇപ്പം തഗ് ലൈഫിന്റെ അനൗൺസ്മെന്റ് ടീസർ ഇറങ്ങിയപ്പോൾ അതിൽ തന്നെ ഒരു മാജിക് ഉണ്ട്. അതായത് ആ റിവേഴ്സ് ഡയലോഗ്, അത് ശരിക്കും ആരുടെ ഐഡിയ ആണ്, അല്ലെങ്കിൽ അതിന്റെ ബിഹൈൻഡിലുള്ള കാര്യങ്ങളൊന്ന് പറയാമോ? അല്ല, ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കുമുള്ള സാധാരണ ഹ്യൂബ്രസ് ഉള്ള ആർട്ടിസ്റ്റ് പോലെയാവും ഞങ്ങൾ. ഫോർ us the true hero for us is cinema itself. So ബാക്കിയെല്ലാം സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആണ്, ഇൻക്ലൂഡിങ് the lead role man. Cinema needs good actors. അത്രയേ ഉള്ളൂ. We call him hero. Who's a hero? Today we call somebody a hero. Tomorrow we realize he's a villain in any field. So that's what it is. And I hope you remember me for another 100 years without any negative comments. Then it will be a good life. തിരിച്ചു എന്നും വേണം കേരളത്തിലേക്ക്. അതിനോടൊപ്പം സംശയമാണ്, അതൊക്കെ സംശയമാണ്. തിരിച്ച് കൊടുക്കില്ല. ഞങ്ങൾ അങ്ങനെ കുറെ പേരെ അങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. നാഗേഷ് തിരിച്ച് കർണാടക കഴിയില്ല. സരോജാദേവി ഞങ്ങളുടെ ആളാണ്. ഇപ്പോ ജോജുവും അങ്ങനെ ആകും. ഇറ്റ് ഇസ് മൈ ഭാവിയിൽ അങ്ങനെ ആകും. ചാണക്യൻ മദനോത്സവം പോലത്തെ സിനിമ എപ്പോഴാണ് പ്രതീക്ഷിക്കുന്നത് മലയാളത്തില്? എന്തോ ചാണക്യൻ മദനോത്സവം പോലത്തെ മൂവീസ് ഉണ്ടായിരുന്നല്ലോ മലയാളത്തിൽ ചെയ്ത, അതുപോലെ ഇനി ഇപ്പൊ ഒരു മലയാള സിനിമ എപ്പോഴാണ് പ്രതീക്ഷിക്കുക സാറിന്? അതുപോലെയാണ്. വയസ്സ് എത്രയായി? അത് വേറെ ഇതിൽ കുറെ ഉത്സവമുണ്ട്. കണ്ടിട്ട് സാർ അതിനകത്ത് ജീവിക്കായിരുന്നു എന്നുള്ളതിൽ പറഞ്ഞിരുന്നു. അത് സാറ് തന്നെ പറഞ്ഞിരുന്നു, പണി സിനിമ കണ്ടിട്ട് സിനിമ കണ്ടിട്ട് ജുനൈസിന്റെ സാഗറിന്റെയും ആക്ടിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ മലയാള സിനിമയിലെ പുതുമുഖ നടന്മാരെ കുറിച്ചിട്ടും അതുപോലെ ആക്ടേഴ്സിനെ കുറിച്ചിട്ടും ടെക്നീഷ്യന്മാരെ കുറിച്ചിട്ടും സാർ എന്താണ് പറയാനുള്ളത്? Let me tell you, don't publicize it too much because people will get jealous. 60% of cinematographers in Indian cinema, might be 50, but 60 is my estimation, are Malayalam. And there are more coming. And Kerala is preparing to produce more. I want to be part of that revolution. I want to be there to see it at least, not use it. This is not a Uber. We are building a highway. So that I will want to see. I'll talk to your government, our government, and I'll ask them, give my ideas. They think it is good. We will meet in a lab that will become international.